പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യർക്കെല്ലാം പൊതുവായിട്ടുള്ള സാർവത്രികമായിട്ടുള്ള ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു ദുശീലമാണ് സ്നേഹം കിട്ടാനുള്ള ദാഹം. ഏത്? മനുഷ്യ സ്നേഹം കിട്ടാനുള്ള ദാഹം, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനുള്ള ദാഹം, ഭാര്യയുടെ സ്നേഹം കിട്ടാനുള്ള ദാഹം, മക്കളുടെ സ്നേഹം കിട്ടാനുള്ള ദാഹം, മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടാനുള്ള ദാഹം. അങ്ങനെയൊന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവിൻ്റെ സ്നേഹം ആഗ്രഹിക്കുക എന്നല്ല, ഭർത്താവിനെ സ്നേഹിക്കുക, അദ്ദേഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുക, അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ഭാര്യയുടെ സ്നേഹം ദാഹിക്കാൻ പറഞ്ഞിട്ടില്ല, ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ നന്മ, ഭാര്യയുടെ സന്തോഷം, ഭാര്യയുടെ സൽപ്പേര്, അതിനുവേണ്ടി ഭർത്താവ് ജീവിക്കണം. മക്കളുടെ സ്നേഹം മോഹിക്കാനും ദാഹിക്കാനും മാതാപിതാക്കന്മാരോട് പറഞ്ഞിട്ടില്ല. അതേസമയം മക്കളെ സ്നേഹിക്കുക, അവരെ നന്നായി അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി വളർത്തുക. എന്നാൽ ഇത് മക്കളുടെ സ്നേഹം ലഭിക്കുക എന്നുള്ളതും, മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുക എന്നുള്ളതും, ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് ലഭിക്കുക എന്നുള്ളതും, ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് ലഭിക്കുക എന്നുള്ളതും വളരെ സ്വാഭാവികമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതാണ്. എന്നാൽ നമ്മളോട് മനുഷ്യ സ്നേഹം ദാഹിക്കാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യ സ്നേഹം ദാഹിക്കാനും മോഹിക്കാനും പറഞ്ഞാൽ എന്നെങ്കിലും നമ്മൾ മനസ്സിൽ മുറിവേൽക്കും, മനസ്സ് പീഡിതമാകും, പരാതികളുടെ മനുഷ്യരായിത്തീരും. ഞാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം കിട്ടിയില്ല, എന്നോട് ആർക്കും ഇഷ്ടമില്ല എന്നുള്ള പരാതി എന്നും നമ്മുടെ വായിൽ നിന്ന്, മനസ്സിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്? ഈ ധ്യാനമന്ദിരത്തിലേക്ക്, ഈ വചന ശുശ്രൂഷയിലേക്ക് വന്ന നമ്മുടെ ദുഃഖം നീക്കിക്കളഞ്ഞു, നമ്മുടെ പാപം നീക്കിക്കളഞ്ഞു, നമ്മുടെ മനസ്സിലെ പീഡകൾ നീക്കിക്കളഞ്ഞു. അതിലുപരി ദൈവിക ആശ്വാസവും ദൈവിക സമാധാനവും ദൈവ സ്നേഹവും നമ്മിൽ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മള് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവമേ അങ്ങയുടെ അനന്ത സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. മനുഷ്യ സ്നേഹം എത്ര കിട്ടിയാലും അത് മാറിപ്പോകും, നീങ്ങിപ്പോകും. ഇന്നുള്ളത് നാളെ ഉണ്ടാവുകയില്ല. അതിനാൽ വളരെ പെട്ടെന്ന് മാറിപ്പോകുന്ന, അപ്രത്യക്ഷമാകുന്ന മനുഷ്യ സ്നേഹത്തിനു വേണ്ടി നമ്മൾ ദാഹിക്കരുത്. പിന്നെയോ ദൈവ സ്നേഹം എന്നിൽ നിറയണമേ. ദൈവമേ അങ്ങയുടെ അനന്ത സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എന്ന് എന്നും നമ്മൾ ദാഹിക്കണം. എങ്ങനെയാണ് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുക? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 ദൈവം വെളിപ്പെടുത്തുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തില് 1-2 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇങ്ങനെ വേണമെങ്കിൽ ഒരു വാചകം അവിടെ പറയാം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ദൈവം നമ്മെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. അതുപോലെ നമ്മളെയും
ഒരു അനശ്വരമായ ആത്മാവിനെ നൽകി അമ്മയുടെ ഉദരത്തിൽ മനുഷ്യ സൃഷ്ടിയായി മെനഞ്ഞു. ദൈവം സൃഷ്ടിച്ച ആകാശവും ഭൂമിയും, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അതുപോലെയാണ് നമ്മളും അമ്മയുടെ ഉദരത്തിലായിരുന്നത്, ശൂന്യവും രൂപരഹിതവും എന്നോണം. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നമ്മള് പിറന്നു വീണ് കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മേൽ മാമോദീസ ജലമൊഴിച്ചു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. മാമോദീസായിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിശുക്കൾക്ക് മാമോദീസ കൊടുക്കുന്നതിനെ കുറിച്ച് എതിരുള്ള ചില പെന്തക്കോസ്ത സഭാവിഭാഗങ്ങളുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 19:14 ദൈവം അരുളി ചെയ്യുന്നു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ഈ കൽപ്പന പ്രകാരം ശിശുവായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ സ്വീകരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. 1966 ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം, സെമിനാരിയിൽ ചേർന്ന ശേഷം ദൈവം ഒരു പ്രത്യേക പ്രേരണ നൽകിയതനുസരിച്ച് സാധാരണ ഒരു വിൻസെൻഷ്യൻ സമൂഹത്തിൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ഒരു 2.5 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്, അരമണിക്കൂർ ധ്യാനവും, ഒരു 3/4 മണിക്കൂർ കുർബാനയും, അരമണിക്കൂർ ജപമാലയും, നമസ്കാര പ്രാർത്ഥനയെല്ലാം കൂടെ ഒരു 2.25 മണിക്കൂർ സാധാരണ വിൻസെൻഷ്യൻ പ്രാർത്ഥന വരും. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, ഇതുകൂടാതെ 1 മണിക്കൂർ വ്യക്തിപരമായി ഇനിയും പ്രാർത്ഥിക്കണം. അങ്ങനെ ആരും അറിയാതെ വൈകുന്നേരത്തെ കൊന്തയ്ക്ക് മുമ്പ് 1 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് ചാപ്പലിൽ പോയി മുട്ടുകുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന കാലം. അങ്ങനെയൊരു ദിവസം ഞാൻ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ ആരോ അടക്കം പറയുന്നത് പോലെ ഒരു സ്വരം, ഒരു സ്നേഹ മധുര ശബ്ദം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഞാൻ കേട്ടു. ഞാൻ കേട്ട സ്വരം ഇതാണ്, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അതിൻ്റെ അർത്ഥം ഇതാണ്. അർത്ഥം മനസ്സിലാക്കാൻ 3 കൊല്ലം എടുക്കേണ്ട വന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടും. ചോദിക്കുവിൻ നിനക്ക് കിട്ടുമെന്നല്ല, നിങ്ങൾക്ക് കിട്ടും. ഈ വചന സന്ദേശം ആരെല്ലാം ശ്രവിക്കുന്നുവോ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 20ാമത്തെ വയസ്സിൽ ഒരു ജൂലൈ മാസം വൈകുന്നേരം ഞാൻ ദൈവസ്വരം ശ്രവിക്കുമ്പോൾ കേട്ടത് ഇങ്ങനെയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം വെളിപ്പെടുത്തി തന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടും. ഈ സമീപകാലത്ത് യൗവനപ്രായം പിന്നിട്ട്, മധ്യവയസ്കന്റെ കാലവും പിന്നിട്ട്, 60 വയസ്സുകാലവും പിന്നിട്ട്, 67, 68 കടന്നു വരുന്ന
ഈ കാലഘട്ടത്തില് 67 കഴിഞ്ഞു, 68-ലാണ്. ഈ കാലഘട്ടത്തില് കർത്താവ് വീണ്ടും ചില തിരുവചനങ്ങള് ഇങ്ങനെ മനസ്സിലാക്കി തരുന്നു. നമ്മളെല്ലാവരും തന്നെ ഓരോ ദിവസവും ആവർത്തിച്ച് ചൊല്ലാറുള്ള സങ്കീർത്തനം 91:7 ഇപ്രകാരം പറയുകയാണ്, പരിശുദ്ധാത്മാവ്, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന പക്ഷം, നിന്റെ സമ്പൂർണ്ണ ആശ്രയം ദൈവമാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ 1000 നിന്റെ വലത്തുഭാഗത്ത് വീഴും, 10,000 നിന്റെ ഇടത്തുഭാഗത്ത് വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മള് യഥാർത്ഥ ക്രൈസ്തവരാണെങ്കിൽ, ദൈവസ്നേഹം നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ചുറ്റുമുള്ള 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ 1000-ങ്ങളിലെ പാപബന്ധനങ്ങളും പൈശാചിക പീഡകളും വിട്ടുപോകും. നീ യേശുവിന്റെ നാമത്തില് പിതാവിനോട് പ്രാർത്ഥിച്ചാല് 10,000-ങ്ങളിലെ പൈശാചിക പീഡകൾ നിർവീര്യമാകും. അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചന ശുശ്രൂഷയുടെ സമയത്ത് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം പെട്ടെന്ന് പ്രസംഗിക്കുന്ന ആൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, അതിൻ്റെ ഒരു വ്യാഖ്യാനം, കർത്താവ് അനേകരെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, സുഖപ്പെടുത്തുവാൻ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ്. എനിക്ക് അനുഭവപ്പെട്ട അസ്വസ്ഥത, എനിക്കില്ലാത്ത ജലദോഷം പെട്ടെന്ന് വരുന്നു, കഫക്കെട്ട് വരുന്നു, തൊണ്ടയിൽ അസ്വസ്ഥത വരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഇതാണ്, ഞാൻ ഈ സമൂഹത്തിലെ രോഗികളെ സുഖപ്പെടുത്താൻ ആരംഭിച്ചു കഴിഞ്ഞു. കുറെ പേരുടെ ഇതുവരെ സുഖപ്പെടാതിരുന്ന നടുവേദന സുഖപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറം വേദന സുഖപ്പെടുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ജലദോഷത്തിന്റെ പീഡ വിട്ടുമാറുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കൈ ഉയർത്തിക്കുക എല്ലാവരും. ഇന്ന് കൈയൊന്ന് വീശിക്കേ. കഴിഞ്ഞ മണിക്കൂർ വരെ കൈ ഉയർത്താൻ പ്രയാസമായിരുന്നു, എന്നാൽ ഇപ്പോൾ കൈ ഉയർത്താൻ പ്രയാസമില്ല. കൈ പുറകോട്ടും തിരിച്ച് എല്ലാവരും, കൈ പുറകോട്ട് തിരിക്കുക എല്ലാവരും. മുന്നോട്ട് കൊണ്ടുവരിക. കൈ ഉയർത്തുകയും താക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ മണിക്കൂർ വരെ ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു. ഈ മണിക്കൂറിൽ ഈ സ്തുതിപ്പിലോ ഒക്കെയോ കർത്താവ് ചെവിക്ക് മെച്ചമായ കേൾവി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൈറോയിഡിന്റെ അസുഖം, തൊണ്ടവേദന, കുത്തി ചുമ, കഫക്കെട്ട്, ഇതെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ രോഗശാന്തി നൽകിയ ശേഷം കർത്താവായ യേശു ഒരു വിശദീകരണം കൊടുത്തത് ഇങ്ങനെയാണ്. എന്താണ് അത്ഭുതകരമായ രോഗശാന്തിയുടെ വിശദീകരണം? ദൈവരാജ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമുക്ക് ഒരുപാട് വിശുദ്ധീകരണവും ശക്തീകരണവും നൽകുന്നുണ്ട്. നമുക്ക് പാപബോധം നൽകി, പശ്ചാത്താപം നൽകി, മാനസാന്തരം നൽകി, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ നമുക്ക് തരുന്നു. അതാണ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവരാജ്യം നമ്മിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ സാത്താന്റെ രാജ്യം ബഹിഷ്കരിക്കപ്പെടുന്നു എന്ന് അർത്ഥമുണ്ട്. എന്താണ് സാത്താൻ ചെയ്യുന്നത്? പാപത്തിന്റെ ദുഷ്പ്രേരണ കുത്തിവെക്കുന്നു. ദൈവം ആദം ഹവ്വായെ സൃഷ്ടിച്ച ശേഷം അവർക്ക് ചില കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു ആ കൽപ്പന? ഏറ്റവും ഒന്നാമത്തെ കൽപ്പന എന്തായിരുന്നു? ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചത് ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 മുതൽ 28 വരെ വചനത്തിലുണ്ട്. കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുത്തോളുക. ഉൽപ്പത്തി 1:26 മുതൽ 28 വരെ. ത്രിയേക ദൈവം ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇപ്രകാരം സംസാരിച്ചു: നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. എന്നിട്ട് മനുഷ്യന് സകല ജീവജാലങ്ങളുടെയും മേൽ അധികാരം കൊടുക്കാം, ആധിപത്യം കൊടുക്കാം. അങ്ങനെ ഉൽപ്പത്തി 1:26-28 ആകുമ്പോഴത്തേക്ക് ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിൽ എന്ന് പറഞ്ഞാൽ അനശ്വരമായ, ഒരിക്കലും മരിക്കാത്ത ഒരു ആത്മാവിനെ കൊടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു. അനശ്വരതയുടെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവനൊരു കൽപ്പന കൊടുത്തു. എന്താണത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയണം. ഈ കൽപ്പന തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16:15 പറഞ്ഞു: നിങ്ങൾ ലോകം എങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് സുവിശേഷം? ചിലപ്പോ ഈ ചോദ്യം ചോദിക്കുമ്പോ ചിലർ പെട്ടെന്ന് പറയും സദ്വാർത്തയാണെന്ന് പറയും. എന്താണ് സദ്വാർത്ത? അത് സുവിശേഷമാണെന്ന് പറയും. സുവിശേഷം എന്താണ്? സദ്വാർത്ത. പിന്നെ അറിയാതെ ഉരുണ്ട് കളിക്കുകയാണ്. അതിന്റെ ഗൗരവത്തിൽ പലപ്പോഴും പലരുടെയും മനസ്സിൽ ഉണർന്നു നിൽക്കുന്നില്ല. ഈശോ ജനിച്ച അവസരത്തില് ഇടയന്മാർക്ക് മാലാഖമാര് സന്ദേശം കൊടുത്തു. ലൂക്ക 2:10-11. എന്താണത്? ഇതാ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 740 കോടി ജനത്തിനു വേണ്ടിയുള്ള, 240 രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള, 5 വൻകരകൾക്ക് വേണ്ടിയുള്ള, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിന്റെ സദ്വാർത്ത. എന്താണത്? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെ നിങ്ങളിൽ യേശു ജനിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, നമുക്ക് വിശ്വാസത്തിന്റെ ദാനം ദൈവം നൽകുന്നു. ആ വിശ്വാസത്തിന്റെ ദാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു യേശു ദൈവം അയച്ച ദൈവത്തിന്റെ ഏകപുത്രനാണ്. യേശു മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാല് വചനം കേൾക്കുന്നവർ മാത്രമാകാതെ വചനം പഠിച്ച് പ്രയോജനപ്രദമായ രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകണം. ഇന്നത്തെ തലമുറയില് ഒരുപാട് വിഷവിത്തുകളും അസത്യ പഠനങ്ങളും പണ്ഡിതന്മാരിലൂടെയും ബുദ്ധിമാന്മാരിലൂടെയും എല്ലാം നുണപ്രചരണങ്ങളും അശുദ്ധപാപം ചെയ്യാനുള്ള അനുവാദവും ആത്മഹത്യക്കുള്ള പ്രേരണയും എല്ലാം കൊടുക്കുന്ന സിനിമയും നാടകവും ഇന്റർനെറ്റ് പ്രോഗ്രാമും മ്ലേച്ഛത കുത്തിവെക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഇന്ന് മാധ്യമത്തിലൂടെ വരികയാണ്. അതിനാൽ വചനം കേൾക്കുന്ന നമ്മൾ എല്ലാവരും വചനം കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവരാകണം. ഡേവിഡ് പി ക്യൂരിയുടെ പുസ്തകത്തില് പറയാണ്, ലോകത്തിലുള്ള
കത്തോലിക്കര് എല്ലാവരും തന്നെ കുറഞ്ഞ പക്ഷം 15 മിനിറ്റ് പേഴ്സണൽ പ്രയർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ വിശദീകരണം പറഞ്ഞിരിക്കുന്നത് ഒരു കൊന്തയെങ്കിലും ചെല്ലാത്ത കത്തോലിക്കനില്ലെന്ന. പ്രൈസ് ദി ലോർഡ്. മാതാവിനോടുള്ള വിരോധിയായിരുന്ന ആളാണ് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുണ്ട് അവിടെ. യേശു കടന്നു വരും. സ്വർഗസ്ഥനായ പിതാവേ തുടങ്ങിയ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ തീർച്ചയായും പിതാവ് കടന്നു വരും. പിതാവും യേശുവും പരിശുദ്ധ അമ്മയും സ്വർഗവാസികളൊക്കെ കടന്നു വരും. ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കും. അതുവഴി ഒരുപാട് പേരുടെ പാപദുശീലങ്ങളും പാപവാസനകളും നിർവീര്യമാകും. പൈശാചിക പീഡകൾ ജപമാല വഴി ബന്ധിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങള് 4-5 പേര് കൂടെ ജപമാല ചെല്ലുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് പെട്ടെന്ന് ആഴത്തിലുള്ള ഒരു ഉറക്കത്തിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഏത് ലോകത്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്തത് ഉറക്കം. അപ്പം അയാളെ എഴുന്നേൽപ്പിക്കേണ്ടെന്ന് ഞങ്ങൾ പറയും. കാരണം എന്തോ ദൈവിക അത്ഭുതം ഇപ്പോൾ എവിടെയോ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരിടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഇടവകയിലെ മുഖ്യ പൈശാചിക പീഡകൾ ജപമാലയിലൂടെ ബന്ധിക്കപ്പെട്ടു, നിർവീര്യമാക്കപ്പെട്ടു എന്നൊരു സന്ദേശമാണിത്. മദ്യപാന ബന്ധനമായിരിക്കാം, നേതാവ് കളിക്കുന്ന ബന്ധനമായിരിക്കാം, വഴക്കുണ്ടാക്കുന്ന ബന്ധനമായിരിക്കാം, കോടതി കേസ്, തല്ലുപിടുത്തം, വഴിത്തർക്കം, ഇങ്ങനെ പൈശാചിക പീഡ ഇതാ ജപമാല ചെല്ലുമ്പോൾ ബന്ധിക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്ന ഏതോ ആകാം. പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥ പ്രാർത്ഥന വഴിയും പരിശുദ്ധാത്മാവ് കടന്നു എന്ന് പൈശാചിക പീഡകളെ നിർവീര്യമാക്കുന്ന അനുഭവമാകാം. വലിയ അത്ഭുതം, വലിയ അഭിഷേകം തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഡൽഹി ഫരീദാബാദ് ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ഇന്ത്യയിലെ അന്നത്തെ പ്രധാനപ്പെട്ട കർദിനാള്, റാഞ്ചിയിലെ കർദിനാളാണ്, CBCIയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അച്ഛനൊന്ന് കർദിനാളിനെ പോയി കാണണം. ഒരു അമേരിക്കൻ ബൈബിള് നമ്മളിവിടെ അടിക്കാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. കർദിനാളിൻ്റെ എഴുത്ത് വേണം. ഞാൻ പറഞ്ഞു ഞാൻ പോകാം. 2-2.5 മണിക്കൂർ കാറിലിരുന്ന് പോകണം, അല്ലെങ്കിൽ വാഹനത്തിലിരുന്ന് പോകണം. ഒരു ചെറുപ്പക്കാരനായ ആള് എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു നമുക്കെന്നാ ജപമാല ചെല്ലാം. ജപമാല ചൊല്ലി ഒരു രഹസ്യം കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അത് ചില്ലറ ഉറക്കമല്ല, ആഴത്തിലുള്ള ഉറക്കം. അവൻ തന്നെ ജപമാല ചൊല്ലിക്കൊണ്ട് പോയി. ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അത്ഭുതം കർദിനാളിനെ കാണാൻ പോകുന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്. അതാണ് ഈ സന്ദേശം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സെക്രട്ടറി പോലുള്ളൊരു അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞു ഒരു 3 മണിക്കൂർ കഴിയാതെ കർദിനാളിനെ കാണാൻ പറ്റിയല്ല, അദ്ദേഹം വലിയൊരു മീറ്റിങ്ങിലാണ്. എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്കൊരു അമേരിക്കൻ ബൈബിള് അച്ചടിക്കാനുള്ള അനുവാദം വേണം, കർദിനാളിൻ്റെ ഒരു അനുവാദം, സർട്ടിഫിക്കറ്റ്, ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ആ സെക്രട്ടറി പോലെ പ്രവർത്തിക്കുന്ന അച്ഛൻ പറഞ്ഞു അച്ഛൻ നിങ്ങളുടെ കത്തൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇച്ചിരി വിശദീകരിച്ചൊക്കെ ഇട്ട് എഴുതിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 2-3 ലൈൻ മതി. അദ്ദേഹം ഉടനെ അത് ടൈപ്പ് ചെയ്തിട്ട് എന്നാൽ ഞാൻ തന്നെ പോയി ഒപ്പിഞ്ഞ് മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആ ഒപ്പിട്ടിഞ്ഞ് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ഒട്ടും സമയം കളയേണ്ട വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.